ഡിസ്ക്രിപ്ഷൻ ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരിക്കും സോളിഡിന്റെ ലിക്വിഡിനുള്ളിലുള്ള മോളിക്കുലർ മോഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഈ പ്രസന്റേഷൻ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ സ്ലൈഡ് കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ട് സർ, സ്ലൈഡ് കാണുന്നുണ്ട് അല്ലേ? അതായത് ഒരു ലിക്വിഡിനെ നമ്മൾ തണുപ്പിച്ചാല് അത് ക്രിസ്റ്റൽ ആവുന്നതാണ്. അപ്പൊ അതൊരു സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അതിപ്പോ അത് വെള്ളമാണെങ്കിലും ശരി, നമ്മൾ എന്ത് ലിക്വിഡ് ആണെങ്കിലും ശരി, ഇവൻ കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, എനി ലിക്വിഡ്, ഇറ്റ് ഈസ് എനി ലിക്വിഡ് ദാറ്റ് ഇഫ് യു കൂൾ എനി ലിക്വിഡ് ദാറ്റ് വിൽ ബിക്കം എ ക്രിസ്റ്റൽ. ബട്ട് അത് ഏത് ടെമ്പറേച്ചറിൽ ക്രിസ്റ്റൽ ആവും എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലിക്വിഡ്. ഇപ്പോ വെള്ളം തണുപ്പിച്ചാൽ ക്രിസ്റ്റൽ ആവും, ഐസ് ആവും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ലിക്വിഡ് എടുത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓയിൽ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന പാം ഓയിൽ എടുത്ത് തണുപ്പിച്ചാലും ലിക്വിഡ് ആവും, അല്ല സോളിഡ് ആവും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ എടുത്ത് തണുപ്പിച്ചാലും ക്രിസ്റ്റൽ ആവും. പക്ഷെ അത് പാം ഓയിൽ ക്രിസ്റ്റൽ ആവുന്ന ടെമ്പറേച്ചറിലായിരിക്കില്ല വെളിച്ചെണ്ണ ക്രിസ്റ്റൽ ആവുന്നത്, അത് വേറെ ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ, ഇതാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ ലിക്വിഡിന്റെ ഇരിക്കുന്ന മോളിക്യൂൾസിന് ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, വൈബ്രേഷൻ, അങ്ങനെയുള്ള 3 മോഷൻസ് ഉണ്ടാവും. അതായത് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അതിനനുസരിച്ച് ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻറ്റു എന്താണ് ടെമ്പറേച്ചർ ആണ്. അതായത് സം കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ, ഹാഫ് KT, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻറ്റു ഹാഫ് KT. 1 ഡിഗ്രി ഓഫ് ഫ്രീഡമിന് ഹാഫ് KT കിട്ടും. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ഹീറ്റ് ഹൈ ആയിരിക്കും, അതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ തണുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതിന്റെ തെർമൽ എനർജി നമ്മൾ പിടിച്ചെടുക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് അതിൽ നിന്നും പിടിച്ചെടുക്കുകയാണ്. അപ്പൊ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് തെർമൽ എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല. ഇപ്പം നമുക്ക് എനർജി ഉണ്ടെങ്കിലേ നമുക്ക് ഓടാനും ചാടാനൊക്കെ കഴിയുള്ളൂ. അപ്പൊ നമ്മളൊക്കെ പനി പിടിച്ച് ഒരു എനർജി ഇല്ലാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച ഒന്നും ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമുക്ക് ഓടാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ നമ്മളെ എനർജി പിടിച്ചെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടാൻ കഴിയും. അപ്പൊ എനർജി എന്ത് സംഭവിച്ചു, പിടിച്ചെടുത്താല് തെർമൽ എനർജി നഷ്ടപ്പെട്ടു. അങ്ങനെ അത് ഒരു അറസ്റ്റായി, സ്ട്രക്ചറൽ അറസ്റ്റായി. പിന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ കഴിയില്ല. പിന്നെ അത് ക്രിസ്റ്റലായി. അത് എന്ത് ചെയ്തു, പിന്നെ വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് ഈ സംഭവം. അപ്പൊ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കുറഞ്ഞു, ദാറ്റ്സ് ഓൾ. അപ്പൊ ക്രിസ്റ്റൽ ഓർഡേർഡ് ആണ്. ഓക്കെ, പക്ഷേ ഇത് കൂളിംഗ് റേറ്റ് കുറവായിരിക്കണം, പിന്നെ ഇത് കുറെ സമയം എടുക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതേസമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല്, ഈ തണുപ്പിക്കുന്നതിനെ കുറച്ച് സ്പീഡ് കൂട്ടി. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പിന്നെ തണുപ്പിക്കാൻ പതുക്കെ തണുപ്പിക്കുക എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പിന്നെ എന്താ പറയാ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അതല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ഇനി അതല്ലെങ്കിൽ ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് ലിക്വിഡ് നൈട്രജനിൽ വെക്കാം. അങ്ങനെ പല മെത്തേഡുണ്ട്. ഏറ്റവും എളുപ്പം തണുപ്പിക്കാനുള്ള വെച്ചാൽ ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് ഹീലിയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിക്വിഡ്സ് ആണ്. അപ്പൊ ആ ലിക്വിഡ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, അതിനെ നമ്മൾ ഫാസ്റ്റ് കൂളിംഗ് എന്നാണ് പറയാ, ഫാസ്റ്റ് കൂളിംഗ്. അപ്പൊ ഫാസ്റ്റ് കൂളിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഇത് ക്രിസ്റ്റൽ ആകില്ല. ഓക്കെ, ഇത് ക്രിസ്റ്റൽ ആകില്ല, മറിച്ച് അത് ലിക്വിഡായിട്ട് തന്നെ നമ്മൾ തണുപ്പിച്ചാലും ശരി, ടെമ്പറേച്ചർ കുറച്ചാലും ശരി, അത് വീണ്ടും ലിക്വിഡായിട്ട് തന്നെ നിലനിൽക്കും.
ഏത് വരെ എന്ന് വെച്ചാൽ ഒരു ടെമ്പറേച്ചർ വരെ, TG എന്ന് പറയുന്ന ടെമ്പറേച്ചർ വരെ. ദാറ്റ് ഈസ് കോൾഡ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ക്രിസ്റ്റൽ ആകുന്നതിന് താഴെയുള്ള ടെമ്പറേച്ചറിനെ ആ സമയത്ത് ഈ ലിക്വിഡ് സൂപ്പർ കൂൾ ലിക്വിഡ് എന്നാണ് പറയാം. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം അതിന്റെ ഏകദേശം സ്പെസിഫിക്കിറ്റി സെയിം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഫാസ്റ്റ് കൂൾ ചെയ്തു, എന്നാലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് ഗ്ലാസ് ആയി, ക്രിസ്റ്റൽ ആകുന്നതിന് പകരം ഗ്ലാസ് ആവും. ഇപ്പൊ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാവുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്, നമ്മളെ വീട്ടിലെ പിന്നെ ജനലിന്റെ ഗ്ലാസ്, പിന്നെ നമ്മൾ കാറിന്റെ ഗ്ലാസ്, അതാണ് ഗ്ലാസ്. അത് മാത്രമാണ് ഗ്ലാസ് എന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണുന്ന മിക്ക സാധനങ്ങളും ഗ്ലാസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിലെ പിന്നെ ബോഡി ഗ്ലാസ് ആണ്, അതിന്റെ കീബോർഡ് ഗ്ലാസ് ആണ്. അതായത് നമ്മുടെ ലാപ്ടോപ്പിലെ ആ സ്ട്രക്ചർ, അതായത് നമ്മൾ കാണുന്ന ആ സ്ട്രക്ചർ മൊത്തം ഗ്ലാസ് ആണ്. പിന്നെ എന്തൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അതൊക്കെ ഗ്ലാസ് ആണ്. അത് കാരണം നമുക്ക് വളയാൻ പറ്റും. ഇപ്പം PVC പൈപ്പ് ഗ്ലാസ് ആണ്. നമ്മുടെ വീട്ടിലെ ബക്കറ്റ് അത് ഗ്ലാസ് സ്റ്റേറ്റ്, അത് ഈവൻ അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് ഇൻ ദ ഗ്ലാസി സ്റ്റേറ്റിലാണ്, ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലല്ല. പിന്നെ കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. അപ്പോ ഇത് പിന്നെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇലക്ട്രോണിക്സിലുണ്ട്, അത് പക്ഷെ ചുരുക്കി പറഞ്ഞാല് നമ്മളെ ബിൽഡിങ്സിലുണ്ട്, കൺസ്ട്രക്ഷനിലുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ അറൗണ്ട് ക്രിസ്റ്റൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ക്രിസ്റ്റൽ ഇവിടെ ഉപയോഗിക്കുന്ന വളരെ കുറച്ച്, എനിക്കറിയുന്നില്ല, ഒരു എക്സാമ്പിൾ ഇപ്പൊ എന്നെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല ക്രിസ്റ്റൽ ഉപയോഗിക്കുന്ന സ്ഥലം. പക്ഷെ നമ്മൾ എവിടെ നോക്കിയാലും ഗ്ലാസിനെ കാണാൻ പറ്റും. നമ്മളെ വീട്ടിലിരിക്കുന്ന TV ഗ്ലാസ് ആണ്. തന്നെ പിന്നെ അത് ഗ്ലാസി സ്റ്റേറ്റിലാണ് അത് ഇരിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന കടല മിഠായിയിൽ ആ കടലയുടെ ഇടയിലിരിക്കുന്ന അത് ഗ്ലാസി സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ കഴിക്കുന്ന മിഠായിയൊക്കെ ഗ്ലാസി സ്റ്റേറ്റിലാണുള്ളത്. പിന്നെ ഇതൊക്കെ എന്താ പറയാ ആപ്ലിക്കേഷൻസ്. അതായത് ഇതിനൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ, ഈ ഗ്ലാസിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഈ ഗ്ലാസും ക്രിസ്റ്റലും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അതിന് ഗ്ലാസിനാണെങ്കിൽ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും, ക്രിസ്റ്റലിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ക്രിസ്റ്റലിനുള്ളിൽ ഇരിക്കുന്ന മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഗ്ലാസിനുള്ളിൽ ഇരിക്കുന്ന മോളിക്യൂൾസിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഗ്ലാസ് തെർമോഡൈനാമിക്കലി അത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗ്ലാസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ക്രിസ്റ്റൽ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഹയർ എനർജി. ക്രിസ്റ്റലാണ് ഏറ്റവും ലോവസ്റ്റ് എനർജി. ക്രിസ്റ്റലിനെക്കാളും എനർജി കൂടുതലാണ് ഗ്ലാസിന്. അപ്പൊ ഗ്ലാസ് എന്ത് ചെയ്യുന്ന വെച്ചാല് അത് എനർജി കുറച്ചിട്ട് ഹയർ സ്റ്റെബിലിറ്റി ആയ ലോ എനർജിയിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു തെർമോഡൈനാമിക് അൺസ്റ്റെബിലിറ്റിക്ക് കാരണം. ഓക്കെ, കേട്ടോ? ഇതൊക്കെ പഴയ കാലത്തെ ഗ്ലാസ് എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്. അതായത് എന്താ പറയാ 1700 BC. 1700 BC എന്ന് വെച്ചാല് 3700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്ലാസ് ഒക്കെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്ന ഗ്ലാസ് ആണ് ഡ്യൂറിങ് ദാറ്റ് ടൈം. അവർക്ക് 1200 ഡിഗ്രി, ഇതൊക്കെ ഈ ഗ്ലാസ് ഒക്കെ മെൽറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ 1700 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കണം. കാരണം ഇപ്പൊ ആദ്യം ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ ഗ്ലാസ് ഉണ്ടാക്കേണ്ട പൗഡർ എടുക്കുക, ആ പൗഡറിനെ ഹീറ്റ് ചെയ്യണം, ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്യണം. ചില സാധനങ്ങളുടെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ 1200 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാല്,
വിസ്കോസിറ്റി ലിക്വിഡിന്റെ വിസ്കോസിറ്റിക്കാളും ഗ്ലാസിന്റെ വിസ്കോസിറ്റി കൂടും. പക്ഷേ 10⁵ ടൈംസ്, ലൈക്ക് 10⁵ ടൈംസ്, 10⁵ 4 ടൈംസ് എന്ത് സംഭവിക്കും? ഗ്ലാസിന്റെ വിസ്കോസിറ്റി കൂടും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദാറ്റ്. അതായത് ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടും. ലിക്വിഡിന്റെ വിസ്കോസിറ്റി കൂടും. ഇതിപ്പോ പല എക്സാമ്പിൾസ് ആണ്. ഗ്ലാസ്, ഇതൊക്കെ ഗ്ലാസ് ആണ്. നമ്മൾ ഇട്ടിരിക്കുന്ന ചപ്പൽസ് ഒക്കെ മിക്കവാറും ഗ്ലാസസ് ആണ്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ലെതർ അല്ലാത്ത ചപ്പൽസ് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ സാധാരണ ഇപ്പോ യൂസ് ചെയ്യുന്ന ചപ്പൽസ് പ്ലാസ്റ്റിക് ആണെങ്കിലും അതൊരു ഫൈബർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന PVC മെറ്റീരിയൽസ് ആണെങ്കിലും ശരി, ഇതെല്ലാം ഗ്ലാസി സ്റ്റേറ്റ് ആണ്. ഈ പൈപ്പ് ഗ്ലാസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കവറുകൾ, നമ്മൾ പേപ്പർ വെക്കുന്ന ഫയലുകൾ, ഫോൾഡറുകൾ, അതെല്ലാം ഗ്ലാസ് ആണ്. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇതെന്താണ് സംഭവം? ഇതെന്താണ് സംഭവം? വാട്ട് ഈസ് ദിസ്? ഈ ജീവിയുടെ പേരെന്താണ്? പെൻഗ്വിൻ. യെസ്. ഈ പെൻഗ്വിന്റെ പ്രത്യേകത വെച്ചാല് ഈ പോളാർ റീജിയനിൽ ജീവിക്കുന്ന 2 ജീവികളാണ്. ഇത് മിക്കവാറും ഈ പോളാറിൽ ഇത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഈ പോളാർ റീജിയനിൽ ജീവിക്കുന്ന ഈ പെൻഗ്വിന്റെ ബ്ലഡിനുള്ളിൽ പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. അതിന്റെ പ്രത്യേകത വെച്ചാല് അതുള്ളത് കൊണ്ടാണ് എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ തന്നെ പോളാറിൽ പോയാൽ നമ്മളെ ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് അല്ലേ? അപ്പൊ ബ്ലഡ് എടുത്ത് നമ്മളെ ബ്ലഡ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ, ഫ്രീസറിൽ വെച്ചാൽ അതെന്താവും? അത് ക്രിസ്റ്റൽ ആയിപ്പോ, ആണോ അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോ ഈവൻ തണുത്ത സമയത്ത് പോയാലും ബ്ലഡ് ക്രിസ്റ്റൽ ആവാത്തതിന് കാരണം നമ്മളെ ബ്ലഡിനെ ചൂടാക്കാൻ വേണ്ടി, ബ്ലഡിനെ ക്രിസ്റ്റൽ ആകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് നമ്മളെ ബോഡിയിലെ ഫാറ്റ് ഉരുകിയിട്ട് ബേൺ ചെയ്ത് ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഹീറ്റ് കൊണ്ടാണ് നമ്മളെ ബ്ലഡ് എന്ത് ചെയ്യുന്നത്? ലിക്വിഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ വിസ്കോസിറ്റി കുറയാതെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടി കഴിഞ്ഞാൽ അത് നമ്മൾ മരിച്ചു പോകും. കാരണം ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് പൊട്ടിപ്പോകും. അത്രയും, കാരണം വിസ്കോസിറ്റി ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഹാർട്ടിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതേസമയത്ത് നമ്മൾ കണ്ടിന്യൂസ്ലി ഈ പോളാർ റീജിയനിൽ ജീവിക്കുന്ന ജീവികൾക്ക് കണ്ടിന്യൂസ്ലി ഈ പറയുന്ന -50 -100 സെൽഷ്യസിലൊക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന ബ്ലഡിനെ ക്രിസ്റ്റൽ ആകാതിരിക്കാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാല്, നമുക്ക് എന്താ പറയാ, ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ സൃഷ്ടാവ് തന്നെ എന്താ വെച്ചാൽ ഈ ജീവികളുടെ ബ്ലഡില് പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ കെമിക്കൽ അവരുടെ ബ്ലഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ ഇവരുടെ ബ്ലഡിൽ ഉള്ളതുകൊണ്ട് ആ ബ്ലഡ് എന്ത് ചെയ്യില്ല, അത് ഈ ഗ്ലാസ് ട്രാൻസിഷൻ, അതായത് കൂളിംഗ് നടന്നാൽ പോലും, ലോ ടെമ്പറേച്ചറിൽ എത്തിയാൽ പോലും ആ ബ്ലഡ് എന്ത് ചെയ്യില്ല എന്ന് വെച്ചാല് അത് ക്രിസ്റ്റലൈസ് ആകാതെ അല്ലെങ്കിൽ ഗ്ലാസ് ആകാതെ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ. ഇത് ഇവരുടെ ബ്ലഡിൽ മാത്രം കാണപ്പെടും. ഓക്കെ. അതേമാതിരി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഗ്ലാസി സ്റ്റേറ്റില് ഇപ്പൊ നമ്മളിപ്പോ പഞ്ചസാര എന്ന് പറയുന്നത് ക്രിസ്റ്റലാണ്. നമ്മളെ വീട്ടിലിരിക്കുന്ന വെള്ള കളറിലിരിക്കുന്ന പഞ്ചസാര ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റലാണ്. അപ്പൊ നമ്മളിപ്പോ സർബത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പഞ്ചസാര വേണമെങ്കിൽ ഇട്ടിട്ട് സർബത്ത് ഉണ്ടാക്കാം. മനസ്സിലായി? ഇവിടെ പഞ്ചസാര ഇട്ടിട്ട് സർബത്ത് ഉണ്ടാക്കുക എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചു നേരം കലക്കിക്കൊണ്ടിരിക്കണം, അല്ലെ? അതേസമയത്ത് നിങ്ങൾ പഞ്ചസാര ഓൾറെഡി ഒരു വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നാലോ പിന്നെ കലക്കണ്ട, ഓൾറെഡി അത് പെട്ടെന്ന് സോൾബിൾ ആവും, പെട്ടെന്ന് മിക്സ് ആവും, വെള്ളവുമായിട്ട് മിക്സ് ആവും. അതേസമയം പഞ്ചസാര ക്രിസ്റ്റൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറെ നേരം കലക്കിക്കൊണ്ടിരുന്നാൽ അത് പിന്നെ എന്ത് ചെയ്യുള്ളൂ? ഈ വെള്ളത്തിൽ പഞ്ചസാര മിക്സ് ആവുള്ളൂ. അപ്പൊ ഇതെന്താണ്? അത് ലിക്വിഡ് അമോഫസ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ വെച്ചിരിക്കുന്നതിന് അഡ്വാൻറ്റേജ് ഗ്ലാസി സ്റ്റേറ്റിൽ. അതുപോലെ ഫാർമസ്യൂട്ടിക്കലിന്റെ കേസിലാണെങ്കിൽ ഈ ക്രിസ്റ്റലൈൻ ഫാർമസ്യൂട്ടിക്കൽസിനെക്കാളും അമോർഫസ് ഫാർമസ്യൂട്ടിക്കൽസിന് എന്താണ്? അബ്സോർപ്ഷൻ കൂടുതലാണ്, സോളബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ്
നമുക്ക് പിന്നെ കുറച്ച് ഡോസ് കൊടുത്താലും നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് എക്സ്ട്രാ സൈഡ് എഫക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈ അമോഫസ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി വേറെ ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പിന്നെ ബയോളജിക്കൽ സ്പെസിമെൻസിന്റെ ക്രയോ പ്രിസർവേഷൻ, പിന്നെ ബ്ലാസ്റ്റിക് ക്രിസ്റ്റൽ, മോളിക്കുലർ സിസ്റ്റംസ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഗ്ലാസിനുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിന്റെ പേരാണ് ബ്രോഡ്ബാൻഡ് ഇലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി, BDS എന്ന് പറയും. BDSന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ BDS കാണിച്ചു തരാം. സോറി, നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ? ഐ മീൻ നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? ഐ മീൻ നിങ്ങൾ എന്നെ പിൻ ചെയ്യൂ. ഓക്കെ, എന്നെ പിൻ ചെയ്തില്ലേ? പിൻ ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, നമ്മളെ ലാബിലുണ്ട് BDS സെറ്റപ്പ്. അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും BDS സെറ്റപ്പില് ഈ കാണുന്നതാണ് സാമ്പിൾ ഹോൾഡർ. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് സാമ്പിൾ ഹോൾഡർ. കാണുന്നില്ലേ? ഇതാണ് അനലൈസർ. ഈ കാണുന്നതാണ് അനലൈസർ. ഇതിനുള്ളിൽ ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഈ കാണുന്നതാണ് സാമ്പിൾ ഹോൾഡർ. ഇവിടെയാണ് സാമ്പിൾ വെക്കുക. ഇവിടെ നമുക്ക് ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് സാമ്പിൾ ഹോൾഡർ. നമ്മൾ സാമ്പിൾ ഇവിടെ വെക്കും. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിന് ഇടയിൽ സാമ്പിൾ വെക്കും. പിന്നെ നമ്മള് ഇതിനുള്ളിൽ ഇരിക്കുന്ന ബോക്സ് ഉണ്ട്. ഈ പറയുന്ന പെട്ടിയാണ് ശരിക്കും BDS എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ഈ കമ്പ്യൂട്ടർ. പിന്നെ ഇതിന് വേറെ ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ട്. അപ്പൊ ഈ ടെമ്പറേച്ചർ കൺട്രോളർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പോ ഇപ്പൊ നിങ്ങൾ കണ്ട BDS സെറ്റപ്പിന്റെ വില എത്രയെന്നറിയോ? ഏകദേശം നിങ്ങളൊന്ന് ഊഹിക്കാവോ? ഇറ്റ് ഇസ് 10 lakhs ഇത് 36 ലക്ഷം, 36 lakhs ആണ്. ഈ പറയുന്ന ആ ഒരു കൂട്ടിനകത്തിരിക്കുന്ന ആ ഒരു പെട്ടി എന്ന് പറയുന്ന സാധനത്തിന് ഇറ്റ് കംസ് ജസ്റ്റ് ആ പെട്ടിയും ഈ സാമ്പിൾ ഹോൾഡറും കൂടെ 36 lakhs ആണ്, 36 ലക്ഷമാണ്. അതിന്റെ കൂടെ ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ തന്ന റീഡിംഗ് ഒക്കെ എടുത്തത് ഇതിൽ നിന്നല്ല, പിന്നെ IIT ബോംബെ നിന്ന് എടുത്താണ്. ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഈ ടെമ്പറേച്ചർ കൺട്രോളറിന് അന്ന് 67 ലക്ഷമാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നത്തെ റേറ്റ് കൂടിയിട്ടുണ്ടാവും. 67 lakhs ബിക്കോസ് ഇറ്റ് ക്യാൻ ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുക. ക്രയോസ്റ്റാറ്റ് എന്ന് പറയും. ആ ക്രയോസ്റ്റാറ്റിന് മാത്രം അപ്പൊ 67 lakhs ഇതും കൂടെ ചേർത്തിട്ടാണ് ഏകദേശം പിന്നെ 1,05,00,000 രൂപയുടെ സാധനമാണ് BDS എന്ന് പറയുന്നത്. ആ സാധനത്തിൽ നിന്ന് എടുത്ത റിസൾട്ട് ആണ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ? ക്ലിയർ ആയില്ലേ?
ഓക്കെ, അത് ഇപ്പൊ ഓൺ ചെയ്യാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ഇപ്പൊ വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ഇപ്പൊ ഉടനെ പറ്റില്ല, അത് നേരിട്ട് വന്നാലേ പറ്റുമോ. ഓക്കെ, ഇപ്പോ നിങ്ങള് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ BDS എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BDS എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ ഡയലക്ട്രിക് സ്പെക്ട്രോമീറ്റർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അപ്പൊ ചോദിക്കും എന്താണ് BDS എന്ന് ചോദിക്കും. അപ്പൊ BDS എന്താണെന്ന് നോക്കാം. ഓക്കെ, see, BDS സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ, it measures the electric properties of materials over wide range of temperature, range of frequency and temperature. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് ഇത് ചെയ്യുന്ന വേറെ സാധനങ്ങളുണ്ട്. LCR മീറ്റർ എന്ന് പറഞ്ഞൊരു, അത് നമ്മളെ കോളേജിൽ തന്നെ ഉണ്ട്, അവിടെ LCR മീറ്റർ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഫ്രീക്വൻസി റേഞ്ച് കൂടുതലാണ്, ടെമ്പറേച്ചർ റേഞ്ച് കൂടുതലാണ് ഇതിന്. അത് മാത്രമല്ല AC-യിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇത്. ഇപ്പൊ മെറ്റീരിയലിന്റെ ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് അല്ലെ ഇലക്ട്രിക്കൽ റെസ്പോൺസ് അറിയാൻ വേണ്ടി, ഒരു മെറ്റീരിയൽ എങ്ങനെ അതിന്റെ ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് എങ്ങനെ മാറുന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെക്ട്രോമീറ്റർ ആണ് ഡയലക്ട്രിക് കണ്ടക്ടിവിറ്റി ആൻഡ് ഇംപിഡൻസ്. മൂന്നും, ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ വെറും DC-യിൽ വർക്ക് ചെയ്യും. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചില സാമ്പിളിൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവും, ട്രാൻസ്ലേഷൻ മോഷൻ കൊണ്ടുണ്ടാകുന്ന സാധനമാണ് കണ്ടക്ടിവിറ്റി. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ AC കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇംപിഡൻസ്. ഇത് മൂന്നും മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്പെക്ട്രോമീറ്റർ. അപ്പൊ അതിന് ഒരു സാമ്പിൾ സെല്ല്, അപ്പൊ നിങ്ങൾ കണ്ട സാമ്പിൾ സെല്ല് ഉണ്ടാവും. ഈ സാമ്പിൾ സെല്ലിലേക്ക് ക്രയോസ്റ്റാറ്റ്, അത് ഇവിടെ പടത്തിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പോ ഈ കണ്ട സാധനം ഇതാണ്, നമ്മൾ കണ്ട ആൽഫ അനലൈസർ. ഇപ്പൊ നമ്മൾ കണ്ട സാധനമാണിത്. ഇതാണ് നിങ്ങളിപ്പോ കണ്ടത്, നമ്മൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാധനമാണ് ഇവിടെ ഉള്ളത്, ഇവിടെ ബാക്കിലുള്ളത്. അപ്പൊ ഇതിലെ ഇതിൽ നിന്ന് നമ്മൾ ഇലക്ട്രോഡ്സ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഇനി ബ്രോഡ്ബാൻഡ് ഇലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഈ പടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം. ഈ പടം കാണുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഒരു പടം കാണുന്നില്ലേ, ഒരു ഫിഗർ കാണുന്നുണ്ടോ? ഹലോ, ഓക്കെ. അതായത് എന്താണെന്ന് വെച്ചാല് നമ്മള് സാധാരണ, അതായത് നിങ്ങൾക്ക് MSc ഫിസിക്സ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മള് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫിഗർ ആണിത്. ഇത് അറിയാത്ത ഒരാൾ ഫിസിക്സ് അറിയില്ല എന്നാണ് പറയാം. അതായത് ഇതാണ് ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ഈ കാണുന്ന എക്സ് ആക്സിസിലെ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പം ഈ ഹൈ ഫ്രീക്വൻസി, അതായത് 10⁻15 ആ റേഞ്ചിൽ നടക്കുന്ന ആ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ നടക്കുന്ന ട്രാൻസിഷൻ മോഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മോഷൻ ആയിരിക്കും, ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ഈ കാണുന്ന ട്യൂബ് ലൈറ്റ്, അതായത് നമ്മള് വീട്ടിൽ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലോറസെന്റ് ലാമ്പ്, അല്ലെങ്കിൽ എല്ലാ ലാംപ്സ് നടക്കുന്നത് ഈ ഒരു ട്രാൻസിഷനാണ്. അതിലിപ്പോ സോഡിയം വേപ്പർ ലാമ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ആയിക്കോട്ടെ, ആ പ്രകാശമൊക്കെ നടക്കുന്നത് ഈ ഫ്രീക്വൻസിയിലാണ്. അതായത് 10⁻15 എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ്.
ഈ വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി, വിസിബിൾ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷനിലൂടെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് യു വി, ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ യു വി ആകാം, വിസിബിൾ, രണ്ടും ആകാം, യു വിയും ആകാം, വിസിബിളും ആകാം. ഇനി ഈ അടുത്ത സ്റ്റേജ് കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണെങ്കിൽ അറ്റോമിക് ട്രാൻസിഷൻ ആണ്. ഒരു ആറ്റത്തിന്റെ ഹൈ എനർജി സ്റ്റേറ്റ്, ലോ എനർജി സ്റ്റേറ്റിലുള്ള അറ്റോമിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്നത് ഏത് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ലെവലിലുള്ള ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് ഈ ലെവലിലുള്ള. അപ്പം ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷൻ, ഈ ഒരു മോഷൻ നടക്കുമ്പോഴാണ്. ഒരു ഇലക്ട്രോണിക് മോഷൻ കൊണ്ടുണ്ടാകുന്നത് വിസിബിൾ ലൈറ്റും യു വി ലൈറ്റും ആണെങ്കിൽ ഒരു അറ്റോമിക് ട്രാൻസിഷൻ കൊണ്ടുണ്ടാകുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റ് ആയിരിക്കും. പിന്നെ അതിനുശേഷം വരുന്നത്, പിന്നെ അതിനുശേഷം അതിന് താഴെ ഉള്ള ഫുൾ റീജിയനും ഓറിയന്റേഷണൽ പോളറൈസേഷൻ ഓഫ് ഡൈപോൾസ് ആണ് സംഭവിക്കുന്നത്. അതായത് ഈ അറ്റോമിക്കിന് താഴെയുള്ള കംപ്ലീറ്റ് റീജിയൻ, അതായത് 10⁻12 താഴെ 10⁻³ വരെ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ ലാബിൽ, ഇപ്പൊ നിങ്ങൾ MSc ലാബിൽ ഇരിക്കുന്ന സ്പെക്ട്രോമീറ്റർ, നിങ്ങൾ +2 മുതൽ ഉപയോഗിക്കുന്ന സ്പെക്ട്രോമീറ്ററിൽ, ഒപ്റ്റിക്കൽ സ്പെക്ട്രോമീറ്റർ, ആ സ്പെക്ട്രോമീറ്റർ വർക്ക് ചെയ്യുന്നത് പിന്നെ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിലാണ്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആണ്. അതായത് ഒന്നുകിൽ സോഡിയം വേപ്പർ ലാമ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മെർക്കുറി ലാമ്പ് ആയിരിക്കും. സാധാ സ്പെക്ട്രോമീറ്ററിനുള്ള അതിന് നിങ്ങൾ ഗ്രേറ്റിംഗ് വെക്കും, അല്ലെങ്കിൽ പ്രിസം വെക്കും. അത് ഈ റീജിയനിലാണ്, അതായത് 10⁻15 ഹെർട്സിലാണ്. ഇനി അതിലേക്ക് യു വി സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് ഈ റേഞ്ചിലാണ്, യു വി സ്പെക്ട്രോസ്കോപ്പി. ഇത് IR സ്പെക്ട്രോസ്കോപ്പി, FTIR സ്പെക്ട്രം എടുക്കുന്നത് ഈ റീജിയനിലാണ്. പക്ഷെ അതിന് താഴെ 10⁻12 താഴെ മുതൽ 10⁻² വരെ നടക്കുന്ന ഫുള്ളും അത് കുറച്ച് റീജിയൻ മൈക്രോവേവ് റീജിയൻ ആണ്. ആ മൈക്രോവേവ് റീജിയന് താഴെ വരുന്നത് കംപ്ലീറ്റ് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതായത് ഒരു AC ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ ഫ്രീക്വൻസി റീജിയനിൽ നടക്കുന്നത് ഡൈപോളാർ ട്രാൻസിഷൻ ആണ്. കുറച്ചുകൂടെ ലോ ഫ്രീക്വൻസി വന്നാൽ 10⁻6 താഴെ വരുന്ന ഫ്രീക്വൻസിയിൽ അയോണിക് ട്രാൻസിഷൻ നടക്കും. അതാണ് കണ്ടക്ടിവിറ്റി ഒക്കെ സംഭവിക്കുന്നത് ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്ത് പിന്നെ ഇത്രയും സ്ഥലത്ത് മൊത്തം ഡൈപോളിന്റെ റൊട്ടേഷൻ ആണ് സംഭവിക്കുക, ഡൈപോളാർ റൊട്ടേഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് കോംപ്ലക്സ് പെർമിറ്റിവിറ്റി കോംപ്ലക്സ് ആണെന്ന് പറയാൻ കാരണം ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിലെ ഡയലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സിസ്റ്റത്തിലെ പോലെയല്ല. അതിന് ഒരു AC ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു AC എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നതുകൊണ്ട് അതിനൊരു റിയൽ പാർട്ട് ഉണ്ടാവും, അതിനൊരു ഇമാജിനറി പാർട്ട് ഉണ്ടാവും. ഇമാജിനറി പാർട്ട് റെപ്രസെന്റ്സ് ഡയലക്ട്രിക് ലോസ് ആണെങ്കിൽ എപ്സിലോൺ പ്രൈം റിയൽ പാർട്ട് റെപ്രസെന്റ്സ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡയലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയും. അപ്പൊ ഇതാണ് സംഭവം. ഇത് വേണ്ട വിക്കിപീഡിയ ഏറ്റവും നല്ല വിക്കിപീഡിയ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിക്കിപീഡിയ ഇവിടെ നോക്കിയേ. The dielectric spectroscopy measures the dielectric properties of a medium as a function of frequency. ഒരു മീഡിയത്തിന്റെ ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് ഒരു ഫ്രീക്വൻസിയുടെ ഫംഗ്ഷനിൽ മെഷർ ചെയ്യുന്നതിനെയാണ് ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം. ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പിക്ക് വേറൊരു പേരാണ് ഇംപെഡൻസ് സ്പെക്ട്രോസ്കോപ്പി. എങ്ങനെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇന്ററാക്ഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ഫീൽഡ് വിത്ത് ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സാമ്പിൾ. ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സാമ്പിളിന്റെ ഡൈപോൾസ്, അതൊരു ഇലക്ട്രിക് ഡൈപോൾസ് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ആ ഡൈപോൾ മൊമെന്റും നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് AC ഇലക്ട്രിക് ഫീൽഡും കൂടെ നടക്കുന്ന ഇന്ററാക്ഷൻ കൊണ്ട് ആ ഇന്ററാക്ഷന് ശേഷം ഉണ്ടാകുന്ന പിന്നെ ഡയലക്ട്രിക് കോൺസ്റ്റന്റിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. It is an experimental method of characterizing the electrochemical systems. This technique measures the impedance of a system over a range of frequencies and therefore the frequency response of the system. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മളെ വയറിനൊക്കെ സ്കാൻ ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ അത് എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്കോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് നമ്മൾ വയറ്റിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ആ പോകുന്ന വേവ്സിന്റെ റിഫ്ലക്ട് ചെയ്യുന്ന റിട്ടേൺ ചെയ്യുന്ന വേവിനെ അനലൈസ് ചെയ്താൽ ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്
അതുപോലെ തന്നെ ഫേസ്, അതുപോലെ തന്നെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ പഠിച്ചിട്ടാണ് ഈ റിഫ്ലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. അതേമാതിരി തന്നെയാണ് ഒരു സിസ്റ്റത്തിന്റെ ഡൈപോൾ, ആ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഡൈപോളുകളുമായി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ ഇന്ററാക്ട് ചെയ്തതിന് ശേഷം ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റിനെ മെഷർ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന സെറ്റപ്പ്. അത് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയാൻ കാരണം നമ്മൾ ഈ 10⁻⁻, ഇത് 10⁻³ ആണ്, പക്ഷെ 10⁻⁻² മുതൽ 10⁻⁹ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രീക്വൻസി മാറ്റാൻ പറ്റും. മാത്രമല്ല എനർജി സ്റ്റോറേജ്, ഡിസിപ്പേഷൻ പ്രോപ്പർട്ടീസ്, എനർജി, അതൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി സിയിലാണ്. അതേ പക്ഷേ എ സി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് ഇംപിഡൻസ് എന്ന് പറയും. കാരണം ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിന്റെ എ സി കറണ്ടിനുള്ള റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോംപ്ലക്സ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിന് നമ്മൾ ഒരു രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒരു റെസിസ്റ്ററും ഉണ്ടാവും, ഒരു കപ്പാസിറ്ററും ഉണ്ടാവും. ഒരു സിസ്റ്റം പ്യൂർലി റെസിസ്റ്റീവ് ആണെങ്കിൽ then the opposition to the AC is simply resistance. ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ട് ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് വെറും റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് അത് പ്യൂർലി റെസിസ്റ്റീവ് അല്ല, മറിച്ച് എ സിക്കും അവർ റെസിസ്റ്റൻസ് കാണിക്കുന്നെങ്കിൽ നമ്മൾ അതിന് ഇംപിഡൻസും കൂടെ ഉണ്ടെന്ന് പറയും. ഇപ്പൊ മെറ്റീരിയൽസ് എക്സിബിറ്റിംഗ് മൾട്ടിപ്പിൾ ഫേസസ് സച്ചസ് ഇപ്പൊ കോമ്പോസൈറ്റ്സ്, ഹെട്രോജീനിയസ് മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഷോ എ ഡയലക്ട്രിക് റെസ്പോൺസ്. ഇപ്പൊ ഡയലക്ട്രിക് റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇനി വരയ്ക്കാൻ പോകുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചറിൽ ആ മെറ്റീരിയലിലെ ഒരു ലോ ഫ്രീക്വൻസി 10⁻² ഹെർട്സ് മുതൽ 10⁻⁷ ഹെർട്സ് വരെ ഫ്രീക്വൻസി മാറ്റി കൊടുക്കും. എന്നിട്ട് ഓരോ ഫ്രീക്വൻസിയിലും നമ്മൾ എന്ത് ചെയ്യും, ആ മെറ്റീരിയലിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മെഷർ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചറിന് ആ മെറ്റീരിയലിനെ ക്യാരക്ടറൈസ് ചെയ്തു. അപ്പൊ നമ്മൾ പല ടെമ്പറേച്ചറിൽ നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, പല ടെമ്പറേച്ചറിലും പല ഫ്രീക്വൻസിയിലും ഒരേ സമയത്ത് ആ സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം. അപ്പൊ ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി മീൻസ് ബേസിക്കലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇന്ററാക്ഷൻ ഓഫ് ദ AC electric field with the dipole moment of the medium and hereby changing the frequency and changing the temperature at each temperature, measure the dielectric constant at each frequency, and finally we can understand the response of the system, or we can call dielectric response of the system എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഉദാഹരണത്തിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബയോളജിക്കൽ ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു എന്തുണ്ടാവും, ഡയലക്ട്രിക് റെസ്പോൺസ് ഉണ്ടാവും. കാരണം ഡയലക്ട്രിക് റെസ്പോൺസിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത് വേറെ ഒരു സ്പെക്ട്രോസ്കോപ്പിക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പിക്ക് അറിയാൻ പറ്റും. കാരണം ഒരു മോളിക്കുലർ ലെവലിലുള്ള റൊട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഏക വഴി ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പിക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാലോ വേറെ മെത്തേഡുകൾക്കെല്ലാം ഫ്രീക്വൻസി ഹയറിലാണ്. കാരണം ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁻⁷ താഴെയുള്ള ഫ്രീക്വൻസിയിലാണ് മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ റീജിയനിൽ നമുക്ക് വേറെ മെത്തേഡിൽ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡയലക്ട്രിക് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം വളരെ ട്രെമൻഡസ് ആയി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് BDS. കാരണം വെച്ചാല് പിന്നെ ഫ്യൂവൽ സെൽസ്, ബയോമോളിക്കുലർ ഇന്ററാക്ഷൻ, സ്ട്രക്ചറൽ ക്യാരക്ടറൈസേഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്രിസ്റ്റൽസ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ അയോണിക് ലിക്വിഡ്സ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്, സൂപ്പർ കപ്പാസിറ്റേഴ്സ്, ഇലക്ട്രോലൈറ്റ്സ്, ഇതിനെല്ലാം ക്യാരക്ടറൈസ് ചെയ്യാനുള്ള ഏക മെത്തേഡ് എന്ന് പറയുന്നത് ഡയലക്ട്രിക് BDS സെറ്റപ്പിന് മാത്രമേ പറ്റുള്ളൂ. സോ ദിസ് ഇസ് വാട്ട് ദ ഇതിലെ ഈ പേജ് നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിക്കണം, ഈ ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പിയുടെ പേജ്. അപ്പോൾ വാട്ട് ഈസ് പോളറൈസേഷൻ, അതെന്താണെന്ന് വായിച്ച് പഠിക്കുക. അതുപോലെ ഡയലക്ട്രിക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡയലക്ട്രിക് മെക്കാനിസം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് റിലാക്സേഷൻ, പിന്നെ ഒന്ന് റെസണൻസ്. വാട്ട് ഈസ് ഡയലക്ട്രിക്, അപ്പോൾ രണ്ട് മെക്കാനിസത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡയലക്ട്രിക് റെസ്പോൺസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയലക്ട്രിക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഫ്രീക്വൻസി അറ്റ് ടെമ്പറേച്ചറിൽ ഓരോ ടെമ്പറേച്ചറിലും അതിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റം ചിലപ്പോൾ ഗ്ലാസ് ആകാം അല്ലെങ്കിൽ ലിക്വിഡ് ആകാം. ഇപ്പൊ ആ ലിക്വിഡ് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ സിസ്റ്റത്തിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് ആ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ്.
അത് മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി, മാക്സിമത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് അതിന്റെ റെസിപ്രോക്കൽ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ടൈം ആയിരിക്കും. അപ്പോ റിലാക്സേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ റിലാക്സേഷൻ നമ്മൾ വിചാരിക്കുന്ന റിലാക്സേഷൻ അല്ല. അതായത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റിലാക്സേഷൻ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ഡൈപോളുകളാണെങ്കിലും ശരി, ആ ഡൈപോളുകൾ ആദ്യമേ എന്ത് ഉണ്ടാവും, ആ ഡൈപോളുകൾ ആ സിസ്റ്റത്തിൽ പല ഓരോ മോളിക്യൂൾ ഓരോ ഡൈപോളുകളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് ഈ മോളിക്യൂൾസ് ഓറിയന്റ് ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മൾ ഓറിയന്റേഷണൽ പോളറൈസേഷൻ എന്ന് പറയാം. സോ വാട്ട് ഈസ് ഓറിയന്റേഷൻ പോളറൈസേഷൻ? വെൻ വി അപ്ലൈ an electric field, the different oriented dipoles started to orient along the direction of the electric field. So ഇനി അതിന്റെ തെർമൽ നോയ്സ് വേറെ ഉണ്ടാവും. തെർമൽ നോയ്സ് കൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തെർമൽ നോയ്സ് കൊണ്ട് the time needed for the dipoles to relax is determined by the system, the temperature of the system. അതായത് അതിന് കാരണം വെച്ചാൽ ആ ടെമ്പറേച്ചറിലെ വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ ടൈം, റിലാക്സേഷൻ ടൈം. കാരണം റിലാക്സേഷൻ ടൈമും വിസ്കോസിറ്റി തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിസ്കോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേരി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയലക്ട്രിക് റിലാക്സേഷൻ ടൈമിനെ മാറ്റാൻ പറ്റും. ഒന്ന് ടെമ്പറേച്ചർ മാറ്റിയാൽ ക്യാരക്ടറിസ്റ്റിക് ടൈം മാറ്റാൻ പറ്റും, റിലാക്സേഷൻ ടൈം മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പ്രഷർ മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും, റിലാക്സേഷൻ ടൈം മാറ്റാൻ പറ്റും. കാരണം എന്താ, ഈ രണ്ട് കാര്യങ്ങൾ വിസ്കോസിറ്റിയെ മാറ്റും. വിസ്കോസിറ്റി ആണ് ആര് ഡിസൈഡ് ചെയ്യുന്നത്? റിലാക്സേഷൻ ടൈമിനെ ഡിസൈഡ് ചെയ്യുന്നത്. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, നമ്മൾ ഈ ടൈം ടേക്കൻ ടു ഫോർ ദ മോളിക്യൂൾ ടു റിലാക്സ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഇസ് വാട്ട് ഡയലക്ട്രിക് റിലാക്സേഷൻ. അപ്പോ പിന്നെ ഈ റിലാക്സേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. അതായത് നമ്മളിപ്പോ ഈ ഒരു ലൈറ്റ് ഉണ്ടാകുന്നത് 10⁻15 ഹെർട്സിലാണ് ഒരു ലൈറ്റ് ഉണ്ടാവും, ഒരു വിസിബിൾ ലൈറ്റ് ഉണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി 10⁻7 ഹെർട്സിലാണ് എന്താണ് ഒരു വിസിബിൾ ഡയലക്ട്രിക് റിലാക്സേഷൻ നടക്കുന്നത്. 10⁻7, 10⁻2 to 10⁻7 വരെയുള്ള റീജിയനിലാണ് ഡയലക്ട്രിക് റിലാക്സേഷൻ മെക്കാനിസം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അപ്പൊ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് പോകാം. ഇപ്പൊ ഇതാണ് നമ്മൾ കണ്ട ഈ മെഷീന്റെ പാർട്സുകൾ. ഇതാണ് മെഷീൻ. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതൊന്നും ആവശ്യമില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഗർ. ഇത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ? ഈ ഫിഗർ ഇത് മനസ്സിലായാലും ബാക്കിയൊക്കെ മനസ്സിലാവും. ഈ ഫിഗർ എല്ലാവരും കാണുന്നുണ്ടോ? യെസ് സർ, കാണുന്നുണ്ട്. നല്ലപോലെ കാണുന്നില്ലേ? ഓക്കെ 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 ഓക്കെ. അതായത് ഇതാണ് നമ്മൾ ഈ ആക്കുടി ഈ പ്രൊജക്റ്റിൽ ചെയ്യാൻ പോകുന്നത്. ഈ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്താണ് ഈ ഫിഗർ നോക്കാം. അതായത് ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്റത്തിലെ ഡയലക്ട്രിക് റെസ്പോൺസ് അറിയണമെങ്കിൽ ആ സിസ്റ്റത്തിലെ ഒരു ടെമ്പറേച്ചറിൽ ഡയലക്ട്രിക് റെസ്പോൺസ് അറിയാൻ നമ്മൾ ആദ്യം ആ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. പിന്നെ നമ്മൾ ആ ടെമ്പറേച്ചറിൽ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ AC ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. 10⁻2 മുതൽ 10⁻7 വരെ, ശരിക്കും പറഞ്ഞാൽ 10⁻5 മുതൽ 10⁻10 വരെ കൊടുക്കാം. 10⁻12 വരെയാണ് മൈക്രോവേവ്. 10⁻12 എന്ന് പറയുന്ന മൈക്രോവേവിന് താഴെയുള്ളതൊക്കെ ഡയലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പിയുടെ റീജിയൻ ആണ്. അപ്പോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തില് ഇപ്പം നിങ്ങളിപ്പോ MSc പഠിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മള് പല MSc കുട്ടികളോടും ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ, വാട്ട് ഈസ് എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി, വാട്ട് ഈസ് എ കോംപ്ലക്സ് വേരിയബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കോംപ്ലക്സ് നമ്പർ ഹാവിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്, Z = A+IB എന്ന് പറയുന്നല്ലാതെ എന്താണ് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. ഇനി നിങ്ങളെ കേസ് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് ക്വാണ്ടിറ്റി? ആരെങ്കിലും പറയോ?
വൈ ഡു യു വാണ്ട് ടു സ്റ്റഡി കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് നമ്പർ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ കോംപ്ലക്സ് നമ്പർ +2 മുതൽ പഠിക്കുന്നുണ്ട്, എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോംപ്ലക്സ് നമ്പർ? ബുക്കിൽ, ടെക്സ്റ്റ് മാത്സ് ബുക്കിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ വേറെ എവിടെയെങ്കിലും ഫിസിക്കലി ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പറഞ്ഞോ, ആരെങ്കിലും പറയും. ഹലോ, അറിയില്ല? യെസ് സർ, ഇമാജിനറി സ്പേസിലൊക്കെ യൂസ് ചെയ്യാൻ, റിയൽ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ. അതാണ് എന്റെ ചോദ്യം, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ ചോദിച്ചത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. അതായത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കോളേജിലെ പ്രൊഫസർമാരും വലിയ വലിയ ആളുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ സംഭവം ഇപ്പൊ നമ്മൾ MSc മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ സാറിന്റെ അടുത്ത് ചോദിച്ചാലും പറയും അത് ബുക്കിലുള്ളതേ അറിയുമെന്ന് പറയും. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയൊന്നും അല്ല പഠിക്കുന്നത് എന്ന് മനസ്സിലായി. ബേസിക്കലി ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ +2 മുതലേ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, MSc വരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കോംപ്ലക്സ് നമ്പർ എന്തിനാണ്, എവിടെയാണ്, ആർക്കാണ്, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പൊ ആ ബേസിക് കാര്യങ്ങൾ പോലും അറിയാതെയാണ് അതിനെ അനാലിസിസ് ചെയ്യാനും അതിന്റെ കോംപ്ലക്സിന്റെ ബുക്ക് മാത്രം കംപ്ലീറ്റ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോംപ്ലക്സ് നമ്പർ ശരിക്കും വന്നത് തന്നെ ഫിസിക്സിലാണ്. ഫിസിക്സ് പഠിക്കാൻ വേണ്ടി കോംപ്ലക്സ് നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കോംപ്ലക്സ് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ചില സിസ്റ്റത്തിലെ ചില ക്വാണ്ടിറ്റീസ്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ബിഹേവിയർ, അതിന് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മാഗ്നിറ്റ്യൂഡ് പാർട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റിയൽ പാർട്ടും ഉണ്ടാവും, പിന്നെ ഒരു ലോസി പാർട്ടും ഉണ്ടാവും. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഈ ഒരു ഇത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മാത്രമല്ല. സാധാരണ നമ്മൾ +2 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇസ് റിയൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഡയലക്ട്രിക് εr, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്ന് പറയും. അവിടെ എവിടെയും കോംപ്ലക്സ് ആണ്. പക്ഷെ അതേമാതിരി തന്നെയാണ് പിന്നെ സസെപ്റ്റബിലിറ്റി, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്സിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലും കോംപ്ലക്സ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിക്കുമ്പോൾ കോംപ്ലക്സ് ആകാത്ത കേസ് ചില സമയത്ത് അത് കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പിന്നെ ഡിഫറെന്റ് പാർട്സ് നമ്മൾ പഠിക്കും. എന്താണെന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഡയലക്ട്രിക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഒരു AC ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിൽ എന്ത് സംഭവിക്കും വെച്ചാൽ തെർമൽ നോയ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത ഓർഡർ അതേ ഇൻസ്റ്റന്റിൽ എന്ത് ചെയ്യില്ല, ഈ ഡയലക്ട്രിക് ഡൈപോൾസ് എന്ത് ചെയ്യില്ല, ഓറിയന്റ് ചെയ്ത് വരില്ല. മറിച്ച് ദാറ്റ് വിൽ ടേക്ക് സം ടൈം ടു കം ബാക്ക് ബിക്കോസ് ഓഫ് സം തെർമൽ മോഷൻസ് അല്ലെങ്കിൽ നോയ്സസ്, സം അതർ ഡിസ്റ്റർബൻസസ്. അപ്പൊ ഈ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ റിയൽ പ്രാക്ടിക്കൽ വേൾഡിൽ നോക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഡയലക്ട്രിക് റിലാക്സേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിന്റെ ഡയലക്ട്രിക് റെസ്പോൺസ് അറിയാൻ വേണ്ടി നമ്മൾ 2 കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അതിനൊരു ഡയലക്ട്രിക് ലോസ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, അതിന് ഈ സിസ്റ്റം കാഷ്വൽ, അതായത് കംപ്ലീറ്റ്ലി റെസിസ്റ്റൻസ് ഫ്രീ സിസ്റ്റം അല്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരു ചെറിയ റെസിസ്റ്റൻസും കുറച്ച് ലോസസും വേറെ നോയ്സ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ നോയ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിന് കുറച്ച് ലോസ് ഓവർകം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം, ഓറിയന്റ് ചെയ്യാൻ. അപ്പോൾ ഓറിയന്റേഷൻ പോളിഷൻ നടക്കണമെങ്കിൽ തന്നെയും അവിടെ എന്തുണ്ട്, ലോസിനെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ലോസിനെ നമ്മൾ അറിയണമെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമാജിനറി പാർട്ട്. സോ ദാറ്റ് ഇസ്, അപ്പോൾ ഒരു ഡയലക്ട്രിക് കോംപ്ലക്സ് സിസ്റ്റം, ഒരു റിയൽ സിസ്റ്റത്തിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടാവും. ഈ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്, അതായത് അതിന്റെ റിയൽ വാല്യൂ. ഫോർ എക്സാമ്പിൾ ഇതാണ് റിയൽ പെർമിറ്റിവിറ്റി, ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ. ഇത് കോംപ്ലക്സ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് കോംപ്ലക്സ് എന്ന് പറയാം.
ഇതാണ് അതിന്റെ ലോസി പാർട്ട്. ഇതിനെ നമ്മൾ ഡയലക്ട്രിക് ലോസ് എന്ന് പറയും, അതിനെ അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന ഈ സിസ്റ്റം, ഇവിടെ ആയിരുന്നു അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫിദ, നസ്രിൻ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആരെയും കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഓക്കെ ഓക്കെ, അപ്പോ പിന്നെ ഇതാണ് സംഭവം. ഇത് ഇങ്ങനെ ഇരുന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അതായത് ആദ്യം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിന് മുമ്പ് ഈ സിസ്റ്റത്തിന്റെ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ എത്തുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അത് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വീപ്പാ ചെയ്യുക. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ 10⁻² മുതൽ 10⁻7 വരെ വേരി ചെയ്യുന്ന ഒരു സ്വീപ്പ് ഫീൽഡാണ് കൊടുക്കുന്നത്. അതായത് എല്ലാ ഫ്രീക്വൻസി ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് പോകും. അപ്പൊ ഏതൊരു ഫ്രീക്വൻസി മാച്ച് റെസൊണൻസ് നടക്കുമ്പോൾ ഇവിടെ പെട്ടെന്നാണ്ട് ഇത് കുറയും. ഉണ്ടോ? റിയൽ പാർട്ട് കുറഞ്ഞിവിടെ എത്തി വീണ്ടും ഒന്നുകൂടെ കുറയും, കുറച്ചുകൂടെ ഹയർ ഫ്രീക്വൻസിയിൽ. അപ്പൊ ലോവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടൈം, അതിന്റെ റെസിപ്രോക്കൽ ടൈം കൂടുതലാണ്. അപ്പൊ ടൈം കൂടുതലായ എടുക്കുന്ന റിലാക്സേഷൻ പ്രോസസ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് മോഷൻ ആണ്. അതായത് ഒരു മോളിക്യൂളും അതിന്റെ അടുത്തുള്ള 2-3 മോളിക്യൂളും കൂടെ ചേർന്ന് ഒന്നിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് അത് പറയുന്നത് പ്രൈമറി റിലാക്സേഷൻ എന്ന് പറയും. പ്രൈമറി റിലാക്സേഷൻ എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ് റൊട്ടേഷൻ ഓർ കോഓപ്പറേറ്റീവ് മോഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഡയലക്ട്രിക് റിലാക്സേഷൻ ആണ് പ്രൈമറി റിലാക്സേഷൻ. അത് ഇങ്ങനെ സംഭവിക്കും, അത് പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ഇവിടെ റിയൽ പാർട്ട് കുറയും, പക്ഷെ അതേ സമയത്ത് ഡയലക്ട്രിക് ലോസ് കൂടും. കാരണം എന്താ? 2-3 മോളിക്യൂൾസ് ഒരുമിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഓറിയന്റ് ചെയ്യാണ്. അപ്പൊ ഓറിയന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ലോസ് ഉണ്ടാവുമല്ലോ. കാരണം ആ തെർമൽ നോയ്സിനെ എഗെയിൻസ്റ്റ് ഓവർകം ചെയ്തിട്ട് ആ സിസ്റ്റത്തിന് എനർജി നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെട്ട എനർജി എന്ന് പറയുന്നത് ലോസ് ആണ്. ആ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. അതിന് നമ്മൾ ഡയലക്ട്രിക് ലോസ് എന്ന് പറയും. അപ്പൊ ലോസ് ഇങ്ങനെ കൂടി മാക്സിമം ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ലോസ് കൂടും. പിന്നെ ഫ്രീക്വൻസി കൂടുത്തോറും അത് ലോസ് കുറഞ്ഞു വരും. ഇതിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയാം. പിന്നെ നമ്മൾ ഫ്രീക്വൻസി കൂട്ടി ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ചെറിയ ഒരു ഡിപ്പ്, ഡയലക്ട്രിക് റിയൽ പാർട്ട് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യും. ഇവിടെ ഈ ഫ്രീക്വൻസിയിൽ, അപ്പൊ ഹയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി വളരെ ഹൈ ആവുമ്പോൾ ഇത്രയും ഫാസ്റ്റില് ഇപ്പൊ നിങ്ങളിപ്പോ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുക, രണ്ടുപേരുടെ രണ്ട് കൈയും കൂടെ കെട്ടിയിട്ടുണ്ട്. ഇത് ഒരാളുടെ കൈയും വലത് കൈയും മറ്റൊരാളുടെ കൈയും, രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ രണ്ടും കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഓടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പീഡിൽ ഓടാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഈ രണ്ടുപേരുടെ കൈ കെട്ടി വെച്ചിട്ട് അഴിച്ചിട്ട് ഞാൻ പറയാണ് ഓടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ഓടാൻ പറ്റും അല്ലെ? ഇനി ഞാൻ പറയാണ് നിങ്ങൾ ഓടണ്ട, നിങ്ങളെ കൈ ഇങ്ങനെ കറക്കുക. കൈ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടം കറക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡിൽ നിങ്ങൾക്ക് വട്ടം കറക്കാൻ പറ്റും. കാരണം വെച്ചാൽ നിങ്ങളെ ബോഡി മൊത്തം കൊണ്ട് ഓടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ കൈ മാത്രം കറക്കിയാൽ മതി. അപ്പൊ ഒന്നും കൂടെ സ്പീഡ് കിട്ടും. അപ്പം ഈ സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പൊ ആ ഫ്രീക്വൻസി ഹൈ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഓടാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നുകിൽ മോളിക്യൂൾ മാത്രം റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മോളിക്യൂളിന്റെ നമ്മൾ കൈ റൊട്ടേറ്റ് ചെയ്യുന്ന മാതിരി ഒരു മോളിക്യൂളിന്റെ സൈഡ് മാത്രം റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വീണ്ടും ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കുറയും. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കുറയുമ്പോൾ ഡയലക്ട്രിക് ലോസ് കൂടും. ഡയലക്ട്രിക് ലോസ് കൂടാൻ കാരണം ഈ തെർമൽ ലോസ് ഉള്ളതുകൊണ്ട്, എനർജി കൂടുന്നുണ്ട്. ആ ലോസ് കൂടുന്നതാണ് ഇവിടെ ചെറിയൊരു പീക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പീക്കാണ് സെക്കൻഡറി റിലാക്സേഷൻ പീക്ക് എന്ന് പറയാം ഇമാജിനറി പാർട്ടിൽ. ഇതാണ് സെക്കൻഡറി പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു റിയൽ പാർട്ടിനുണ്ടാകുന്ന ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു ഡിക്രീസ്. ഇത്രയും മനസ്സിലായാൽ മാത്രമേ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫിഗർ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഫിഗർ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല.
ഒന്ന് ഓൺ ചെയ്യോ ക്യാമറ? സാർ മനസ്സിലാവുന്നുണ്ട്. ഹലോ, എന്ത് പറ്റി? ബാക്കിയുള്ളവരൊക്കെ പോയോ? ഇല്ല സാർ, ഉണ്ട് സാർ. ക്ലാസ് മനസ്സിലാവുന്നുണ്ട് സാർ. മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ദിസ് ഈസ് വാട്ട്, ഇത് ഇപ്പൊ എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നെന്ന് പറയുന്നു, പക്ഷെ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഇത് ഈ ഒരു ഫിഗർ, ഈ ഒരു ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ പ്രൊജക്ട് വെറുതെ ചെയ്യുന്നല്ലാതെ അതുകൊണ്ട് കാര്യമായിട്ട് നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. സാർ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരോ? എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ബേസിക്കലി ഒരു ഡയലക്ട്രിക് റിലാക്സേഷൻ എന്ന് പറയാം. ഇപ്പൊ ഡയലക്ട്രിക് റിലാക്സേഷൻ നടക്കുമ്പോൾ അതിന്റെ റിയൽ പാർട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, റിയൽ പാർട്ട് കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിലെല്ലാം ഡൈപോൾസ് ആണ്. ലക്ഷക്കണക്കിന് മോളിക്യൂൾസ് ആ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പൊ ഓരോ മോളിക്യൂളും ഒരു ഡൈപോൾ ആണ്. അപ്പോൾ ഡൈപോൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്താണ് സെപ്പറേഷൻ അതിലുണ്ട്. അപ്പൊ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡൈപോൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് നേരെ വരും, ആണോ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സിസ്റ്റത്തിനകത്തിലേക്ക് ലക്ഷക്കണക്കിന് ഡൈപോൾസിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. പക്ഷെ ആ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തത് AC ഫീൽഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കൊടുത്ത ഫീൽഡിന്റെ ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസിയിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാല്, ആ ടെമ്പറേച്ചറിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓരോ ടെമ്പറേച്ചറിന് ആ ക്യാരക്ടറിസ്റ്റിക് ടൈം, റിലാക്സേഷൻ ടൈം ആ സിസ്റ്റത്തിനുണ്ട്. കാരണം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി മാറും, വിസ്കോസിറ്റി മാറുന്നതിനനുസരിച്ച് ടൈം, റിലാക്സേഷൻ ടൈം മാറും, റിലാക്സേഷൻ ടൈം മാറുന്നതിനനുസരിച്ച് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി മാറും. അപ്പൊ ഈ ഒരു പടത്തിൽ നമ്മൾ കണ്ടത് ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ ഫ്രീക്വൻസിയിൽ എത്തിയപ്പോഴാണ് അത് ക്യാരക്ടറിസ്റ്റിക് റിലാക്സേഷൻ ഫ്രീക്വൻസി ആയത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല്, ഈ സിസ്റ്റം എന്ത് ചെയ്തു, റിലാക്സ് ചെയ്യാൻ തയ്യാറായി. കാരണം എന്താ, ആ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസിയും നമ്മൾ കൊടുത്ത AC ഫ്രീക്വൻസി മാച്ചായി. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, അപ്പൊ മാച്ച് ആവുമ്പം എന്താ സംഭവം, എന്താ സംഭവിക്കുക, ഈ ഡൈപോളിലെല്ലാം കൂടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് ആരെ കൂടെ വരും, ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്ക് വരും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ ഡൈപോളുകള് യഥാർത്ഥത്തിൽ നേരത്തെ ഒരു പർട്ടിക്കുലർ ഓറിയന്റേഷനിൽ ഇരുന്നപ്പോഴാണ് നമുക്ക് ഇത്രയും ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടിയത്, ആണല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനൊക്കെ മാറ്റി മറിച്ചിട്ട് ഒരു AC ഫീൽഡിലേക്ക് നമ്മൾ ഓറിയന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഡൈപോളുകളെല്ലാം വെക്ടർ അല്ലേ, ഡൈപോൾസ് വെക്ടർ അല്ലേ. അപ്പൊ വെക്ടറിന്റെ പ്രത്യേകത, ഡയറക്ഷൻ മാറിയാൽ എന്ത് സംഭവിക്കും, വാല്യൂ കുറയോ ഇല്ലേ? ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ആയാല് വാല്യൂ കുറയില്ലേ? അതേ വെക്ടറിന് സെയിം ഡയറക്ഷൻ ആക്കിയ വാല്യൂ കൂടൂല്ലേ? അപ്പോൾ ഇത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ട് കുറയും. കാരണം ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് പറയുന്നത്, ഡൈപോൾ മൊമെന്റ് പെർ വോളിയം, അതിനാണല്ലോ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയാ. അപ്പൊ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇങ്ങനെ കുറഞ്ഞു ഈ എവിടം വരെ കുറയുന്നു എന്നുള്ളത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇപ്പൊ നിങ്ങളെ വയറ്റിലെ സ്കാൻ ചെയ്താല് നിങ്ങളെ സ്കാനും വേറൊരാളുടെ സ്കാനും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കില്ലേ? ഹലോ, നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ മൈക്ക് ഓൺ ചെയ്തിട്ടിരിക്കും കേട്ടോ, മൈക്ക് ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കും. കീപ് മൈക്സ് ഓൺ. ഓക്കെ, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്നാ പോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല്, ഇത് അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഈ
ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കുറയുമ്പോൾ അത് ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. അതൊരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് നോൺ ലോസി സിസ്റ്റം ആണ്. അത് ലോസി സിസ്റ്റം ആണ്. സാധാരണ നോൺ ലോസി സിസ്റ്റം ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. കോംപ്ലക്സ് ഇല്ലാതെ തന്നെ നമുക്കൊരു റിയൽ നമ്പർ വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ നമ്പർ മാത്രം വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസാണ് ലോസി സിസ്റ്റം. ഏത് പ്രാക്ടിക്കൽ സിസ്റ്റം ലോസി സിസ്റ്റംസ് ആണ്. അത് ചിലപ്പോൾ ഒരു ഡയലക്ട്രിക് സിസ്റ്റം ആകാം, മാഗ്നറ്റിക് സിസ്റ്റം ആകാം, ഒപ്റ്റിക്കൽ സിസ്റ്റം ആകാം. അപ്പം ഈ ലോസി സിസ്റ്റം ആയതുകൊണ്ട് അതിനൊരു കറസ്പോണ്ടിങ് ലോസിനെയും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, നിങ്ങളുടെ സ്കാനും വേറൊരാളുടെ സ്കാനും എടുത്താൽ ഡിഫറെന്റ് ആവാൻ കാരണം വെച്ചാൽ അതിനുള്ളിൽ നടക്കുന്ന നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് അല്ല വേറൊരാളുടെ ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ രണ്ടുപേരുടെയും റെസ്പോൺസ് ഡിഫറെന്റ് ആയിരിക്കും. പലതിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അല്ലേ? ഒരാൾ പോയോ? അപ്പൊ എന്താ സംഭവം വെച്ചാല് അപ്പോ അപ്പൊ ഇതിനകത്ത് എത്ര ക്യാരക്ടറിസ്റ്റിക് വെച്ചാൽ ഇത് ഒരു ക്യാരക്ടറാണ്. അതായത് എവിടെയാണ് റിലാക്സേഷന് മുമ്പ് ഉണ്ടായിരുന്ന ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെ? റിലാക്സേഷൻ കഴിഞ്ഞപ്പം ഇവിടെ എത്തി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെ? പിന്നെ ഇത് റിലാക്സേഷൻ ഇൻഫിനിറ്റി ഫ്രീക്വൻസിയിൽ ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വന്നു. അപ്പൊ ഇത് ഒരു എപ്സിലോൺ ഇൻഫിനിറ്റി എന്ന് പറയും. ഈ ഡിഫറൻസിനെ ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയും. പിന്നെ ഈ ഇമാജിനറി പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇമാജിനറി പാർട്ടിന്റെ പീക്ക് ഫ്രീക്വൻസി അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. കാരണം ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാൻ കാരണം വെച്ചാൽ ടെമ്പറേച്ചർ മാറുമ്പോഴും ഈ പീക്ക് ഫ്രീക്വൻസി മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന്റെ ബിഹേവിയർ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം പീക്ക് ഫ്രീക്വൻസി എവിടെ മാറുന്നു, എങ്ങനെ മാറുന്നു എന്നുള്ളത് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് ഈ സാധനത്തിന്റെ ഷേപ്പ്, ഈ ഡയലക്ട്രിക് ലോസ് കർവിന്റെ ഷേപ്പ്, ആ ഡയലക്ട്രിക് ലോസ് കർവിന്റെ ഷേപ്പും ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ അതൊക്കെ ഹയർ ലെവലാണ്. അത് നിങ്ങളിപ്പോ ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് മാത്രം ഈ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ പീക്ക് മാറുന്നത് മാത്രം പഠിക്കാനുള്ള സമയമുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഹയർ ലെവലിൽ PhDക്ക് പോകുമ്പോൾ പഠിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിയൽ പാർട്ട് വരയ്ക്കുക. റിയൽ പാർട്ടിൽ നിന്ന് ഡെൽറ്റ എപ്സിലോൺ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാല് ഇവിടത്തെ വാല്യൂ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഈ റിലാക്സേഷൻ കഴിയുമ്പോൾ ഉള്ള എപ്സിലോൺ പ്രൈമിന്റെ വാല്യൂ നോട്ട് ചെയ്യുക. എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ എന്നിട്ട് ആ ഡെൽറ്റ എപ്സിലോൺ നോട്ട് ചെയ്യുക. ആ ഡെൽറ്റ എപ്സിലോൺ ആ ടെമ്പറേച്ചർ, ഓരോ ടെമ്പറേച്ചറിലെ ഡെൽറ്റ എപ്സിലോൺ നോട്ട് ചെയ്യുക. മനസ്സിലായോ? ഇവിടെ എഴുതാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാല്, ഒന്നാമത്തേത് ചെയ്യേണ്ടത് ഫൈൻഡ് ഡെൽറ്റ എപ്സിലോൺ. ഓരോ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ എപ്സിലോണും നോട്ട് ചെയ്യണം. അല്ല, നോട്ട് ചെയ്യണ്ടെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഹലോ, ഹലോ, പറഞ്ഞോളൂ. എന്താണ് സിമ്പിൾ ഒന്നുമില്ലേ? ഈ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിലേ, ഹലോ, എവിടെയാണ്? ഡെൽറ്റ എപ്സിലോൺ ഓക്കെ. ഡെൽറ്റ എപ്സിലോൺ അതെങ്ങനെയാന്ന് വെച്ചാല് ഇതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. മനസ്സിലായോ? ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ എന്നോട് ചോദിക്കുകയും ചെയ്തേ. ഞാൻ അതുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇനി എന്നോട് ഒന്നും ചോദിക്കരുത്. ഞാനിപ്പോ വേറെ കുറച്ച് തിരക്കിലാണ്. ഓക്കെ. അതുകൊണ്ട് ഇപ്പം മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു തരികയില്ല, തിരക്കിലാണ്. ഞാൻ കുറച്ച് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുക.
രണ്ടാമത്തേത് എന്ന് വെച്ചാല് ഈ ഡെൽറ്റ എപ്സിലോൺ ഫോർ ഈച്ച് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ഇത് എക്സൽ ഷീറ്റിൽ ഓരോ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം, അത് കെൽവിനിലാക്കണം, ഈ ഡെൽറ്റ എപ്സിലോൺ കണ്ടുപിടിക്കണം. ഇത് അല്ലെങ്കിൽ ആ എക്സലിൽ തന്നെ ഇത് എഴുതണം, എന്നിട്ട് ഇത് എഴുതണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇവിടെ ഫ്രം എവിടെ എപ്സിലോൺ പ്രൈം ഉണ്ടോ? ഈ എപ്സിലോൺ പ്രൈം കണ്ടോ മുകളിൽ നിൽക്കുന്നത്, ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ഇതാണ് ഒന്നാമത്തത്. ഓക്കെ, രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈൻഡ് FM, അതായത് ഈ ഫ്രീക്വൻസി, മാക്സിമം ഫ്രീക്വൻസി ഫ്രം ഇമാജിനറി പാർട്ട്, ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ട്, ഡയലക്ട്രിക് ലോസ് കർവ്. മനസ്സിലായ? അപ്പൊ ഈ ഓരോ ഇതിലെയും ഫോർ ഈച്ച് ടെമ്പറേച്ചർ കാണുന്നുണ്ടോ? ഇത് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ പിന്നെ ഒരു യൂട്യൂബ് വീഡിയോ അയച്ചുതരാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് അരീനസ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങളുടെ ഹെഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഡയലക്ട്രിക് സ്ട്രെങ്ത് ആൻഡ് ഫ്രെജിലിറ്റി ഓഫ് ഗ്ലാസി, നിങ്ങളുടെ സാമ്പിളിന്റെ പേര്. ഇപ്പം ഗ്ലാസി പിന്നെ അസറ്റോഹെക്സമൈഡ് ആണെങ്കിൽ ഗ്ലാസി, അല്ലെങ്കിൽ അസറ്റോഹെക്സമൈഡ് ഇൻ ദ ഗ്ലാസി ഫേസ് എന്ന് കഴിഞ്ഞാൽ അതാണ് ഹെഡിങ്, ഇവിടെ പ്രൊജക്ടിന്റെ ഹെഡിങ്. അതായത് ഇങ്ങനെ പറയാം, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് അസറ്റോഹെക്സമൈഡ് ഇൻ ദ ഗ്ലാസി സ്റ്റേറ്റ്, അല്ലെങ്കിൽ ബെസ ഫൈബ്രേറ്റ് ഇൻ ദ ഗ്ലാസി സ്റ്റേറ്റ്. ഇതാണ് നിങ്ങളുടെ പ്രൊജക്ടിന്റെ ഹെഡിങ്. അതിനകത്ത് നിങ്ങളുടെ ടെമ്പറേച്ചർ, ഇപ്പൊ ഈ ഡെൽറ്റ എപ്സിലോണിന്റെ വേരിയേഷൻ വരയ്ക്കണം, ഗ്രാഫ് വരയ്ക്കണം. അതുപോലെ ഈ ഫ്രീക്വൻസിയുടെ വേരിയേഷൻ ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇത് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് എന്ത് ഇമാജിനറി പാർട്ട്. ഇതെന്താണ് ഇമാജിനറി പാർട്ട്, ഇമാജിനറി അല്ല, ഇമാജിനറി പാർട്ട്. അല്ലെങ്കിൽ വേറൊരു പേരെന്താവാ ഞാൻ പറഞ്ഞേ? ഡയലക്ട്രിക് ലോസ്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഈ റിലാക്സേഷൻ തന്നെ നമ്മൾ 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൽഫ റിലാക്സേഷൻ അല്ലെങ്കിൽ ബീറ്റ റിലാക്സേഷൻ, പിന്നെ ബോസോൺ പീക്ക്. അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ സെക്കൻഡറി റിലാക്സേഷൻ നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെമ്പറേച്ചർ ആദ്യം വരച്ചാല് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് തന്ന ഡാറ്റയില്, ഈ ഒരു ടെമ്പറേച്ചറിൽ തന്നെ ഇതും കിട്ടും. ഞാൻ വേണേ ഇപ്പൊ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഒറിജിൻ കാണുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല്, ഇപ്പൊ നിങ്ങളുടെ ഡാറ്റ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഡാറ്റ എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇതിന് ഞാൻ റിയൽ പാർട്ട് വരച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആദ്യം ഇങ്ങനെ വരുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പേടിക്കണ്ട. അത് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ സ്കെയിൽ മാറ്റിയാൽ മതി. സ്കെയിലിൽ പോയിട്ട്
ലോഗ് ആക്കുക, ഇതിന് 0.01 കൊടുക്കുക, അപ്പൊ തന്നെ ഇത് മാറി വരും. കണ്ടോ? നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ട ഇത് എക്സ്പെരിമെന്റൽ ആണ് കേട്ടോ. കണ്ടോ? കണ്ടോ? ഇത് ഞാൻ നിങ്ങളുടെ എക്സ്പെരിമെന്റിലെ ഡാറ്റ ഉപയോഗിച്ച് വരച്ചതാണ്. ഇതിന്റെ ടെമ്പറേച്ചർ ഏതാണെന്ന് നോക്കാം. 130. അപ്പൊ അത് ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. 130 ഡിഗ്രി സെൽഷ്യസ് is equal to 30 degree Celsius. Okay. Okay. ഇനി ഇതെന്ത് പാർട്ടാണ്? റിയൽ ആണോ ഇമാജിനറി ആണോ? റിയൽ പാർട്ട്. റിയൽ പാർട്ട്. ഓക്കെ, റിയൽ പാർട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് ഇമാജിനറി പാർട്ട് വരയ്ക്കാം. പക്ഷെ പ്രശ്നം വെച്ചാല് ഇപ്പൊ നോക്കിക്കോ, ഞാൻ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത് ഇമാജിനറി പാർട്ട് വരയ്ക്കാൻ ഈ 1 പോയിട്ട് നമ്മൾ സി കോളം സെലക്ട് ചെയ്താൽ ഇമാജിനറി ആവും. ഇമാജിനറി വന്നു. കണ്ടോ? ഇത് ഇമാജിനറി വന്നു. പക്ഷെ ഇതൊരു ഇപ്പൊ നമ്മളിപ്പോ ഈ കാണുന്നത് കോൾക്കിക്ക് എന്ന് പറഞ്ഞൊരു സാമ്പിൾ ആണ്. പക്ഷെ അതൊരു പെർഫെക്റ്റ് ഡയലക്ട്രിക്സ് ഗ്ലാസ് സിസ്റ്റം. അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കേട്ടോ? ഇവിടെ ലോ ഫ്രീക്വൻസിയിൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ലോസ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ലൈൻ വരച്ചാല് ഈ രണ്ട് മാച്ച് ആവുന്നുണ്ടോ? ഈ പീക്കും കൂടെ മാച്ച് ആവുന്നുണ്ടോ? അതിന്റെ സെന്റർ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഈ പീക്കിന്റെ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഡയലക്ട്രിക് പീക്ക് ഫ്രീക്വൻസി സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്താ വെച്ചാൽ ഇതാ ഇവിടെ പോയിട്ട് ഇതിനെ നമ്മള് ഇവിടെ വെക്കാം. വേണമെങ്കിൽ കുറച്ച് എൻലാർജ് ചെയ്ത് കാണിക്കാം. എൻലാർജ് ചെയ്തിട്ട് ഈ സ്ക്രീൻ റീഡർ ഇവിടെ ഏറ്റവും മുകളിൽ വെക്കുക, പീക്കിൽ വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 40.16. അപ്പൊ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ടെമ്പറേച്ചർ in Kelvin Celsius, temperature in Kelvin, 1000/T. ഇത്രയും കോളംസുകൾ ഉണ്ടാക്കണം കേട്ടോ. അല്ല സോറി, ഇനിയുണ്ട് എപ്സിലോൺ പ്രൈം, എപ്സിലോൺ ഡബിൾ പ്രൈം, ഡെൽറ്റ എപ്സിലോൺ. ഇത്രയും ഒരു ഗ്രാഫ് ഉണ്ടാക്കാം. ഓക്കെ, എന്തായിക്കോട്ടെ. ഓക്കെ, ഇതാ ഇത് കണ്ടോ? ഹലോ, കണ്ടോ? യെസ് സർ. അപ്പൊ നമ്മൾ ഈ റീഡിങ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് ഇതിപ്പോ ആദ്യം 130 അല്ലേ, അപ്പൊ അത് ഇവിടെ 130 എന്ന് എഴുതുക. 130 എന്ന് എഴുതി. ഇനി അതിനെ കെൽവിൻ ആക്കണമെങ്കിൽ ഈക്വൽ ടു 130 പ്ലസ് 273
കെൽവിനായി. എക്സൽ ഷീറ്റ് ഇത് 1000 BT ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 ബൈ കെൽവിൻ ഇട്ട് കൊടുത്താൽ മതി. ഇനിയാണ് അടുത്ത റീഡിങ് എടുക്കാൻ പോകുന്നത്. എഫ് എം എന്ന് വെച്ചാൽ എന്താണ്ടോ 40.16. അതെവിടെ എഴുതുക 40.16. ഓക്കെ. ഇനി അടുത്തത് ടോ എന്ന് പറയുന്നത് 1/2π FM ആണ്. 1 ബ്രാക്കറ്റില് 2π എന്ന് വെച്ചാൽ 6.28 into FM. ഓക്കെ. ഇനി എപ്സിലോൺ. അപ്പൊ ഈ റീഡിങ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത റീഡിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ റീഡിംഗ് ആണ്. ഇത് ഓക്കെ. ആ എൻലാർജത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത റീഡിംഗ് എന്ന് വെച്ചാൽ വീണ്ടും എൻലാർജറിൽ പോയിട്ട് ഈ ഭാഗം എൻലാർജ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും ഈ ടെർമിനൽ വെച്ചിട്ട് ഇവിടെ വെക്കുന്നു, സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നു. ഇപ്പോ y വാല്യൂ ഇവിടെ y വാല്യൂ ആണ് 8.27. എപ്സിലോൺ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ പ്രൈം ഇൻഫിനിറ്റി ആണ് ഇനിഷ്യൽ. എപ്സിലോൺ പ്രൈം ഫൈനൽ എഫ് സ്മോൾ ആണ്. എപ്സിലോൺ പ്രൈം ഇനിഷ്യൽ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഇപ്പൊ നമ്മള് 8.27. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ വെക്കുന്നു. ഇവിടെ എത്ര കിട്ടി? 2.56. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യണം. ഈക്വൽ ടു ഇത് മൈനസ് ഇത് കേട്ടാ. അപ്പൊ നമ്മൾ ഇത് കിട്ടും. ഈ ഗ്രാഫ് നിങ്ങൾ ഈ ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. മനസ്സിലായോ? ഇത് ഇങ്ങനെ ഒരു ഓരോ ടെമ്പറേച്ചർ ഇത് ഉണ്ടാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പൊ ഇതിങ്ങനെ ഓരോ ടെമ്പറേച്ചറിനും നിങ്ങൾ ഉണ്ടാക്കണം. ഇതിപ്പോ പിന്നെ ഈ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് വരയ്ക്കണം. അവസാനം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരയ്ക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ആസ്കി യൂസ് ചെയ്താൽ ഈ എല്ലാ ടെമ്പറേച്ചറും കൂടെ വെച്ചിട്ട് ഒരു ഗ്രാഫിൽ വരയ്ക്കാൻ പറ്റും. അത് അവസാനം നമുക്ക് ചെയ്യാം. അപ്പൊ അതിൽ റിയൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇമാജിനറി പാർട്ട് വേറെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിൽ തന്നെ വേറെ 1-2 ടെമ്പറേച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള ടെമ്പറേച്ചേഴ്സ് ആഡ് ചെയ്യാം. അപ്പൊ അത് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് അത് ഈ പിന്നെ മനസ്സിലാവും ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ മാത്രം ചെയ്തോളൂ. പിന്നെ ഓരോ ടെമ്പറേച്ചറായിട്ട് എന്ത് ചെയ്യാം? ഈ റീഡിങ് എടുക്കുക, എന്നിട്ട് ഇതാക്കുക. ഹലോ, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ബേസിക്കലി ഇത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഒരു ഓക്കെ. അല്ലെങ്കിൽ വേണ്ട. എല്ലാരും പോയോ? ഇല്ല സർ. ആരെയും കാണുന്നില്ലല്ലോ. ക്യാമറ ഓൺ അല്ല. പറയും, നിങ്ങൾക്ക് എന്തൊക്കെയാ ഡൗട്ട് ഉള്ളത് പറയും. പറയും, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്റെ സാമ്പിള് പിന്തോളോളാണ്.
ഓക്കെ. അപ്പം സാറിന്റെ ബ്രൂസിന്റെ സാമ്പിള് വായിച്ചപ്പം ഇതിന്റെ ബയോ അവൈലബിലിറ്റി ഒക്കെ കുറവാണെന്ന് പറഞ്ഞു. ആ അതുകൊണ്ടാണ് നമ്മൾ ആ ഗ്ലാസി സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതെന്നൊക്കെ. ഓക്കെ. പക്ഷേ സാമ്പിളിന്റെ ബയോ അവൈലബിലിറ്റി ഒക്കെ കൂടുതലാണ്, 75. പിന്നെ അത് 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 ഇപ്പൊ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഗ്ലാസി സ്റ്റേറ്റിന് വേണ്ടി നമുക്ക് അത് പഠിക്കാം. ഓക്കെ, ഗ്ലാസി സ്റ്റേറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കത്, അപ്പൊ ആ പോയിന്റ് എഴുതണ്ട, ബയോബിലിറ്റിക്ക് കൂടുതലാന്നുള്ളത് എഴുതണ്ട. പക്ഷെ അതിൽ സോലുബിലിറ്റി പറയുന്നുണ്ട്. സോലബിലിറ്റി എന്താ പറയുന്നത്? സോലുബിലിറ്റി അല്ല, ഈ ഡ്രഗ്സ് ചില യൂറിൻ ചില പേഷ്യൻസിനൊക്കെ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് അത് ഗ്ലാസി സ്റ്റേജിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ സാർ? അത് പറയും. ഈവൻ ദോ നമ്മൾ ഗ്ലാസി ബിഹേവിയർ, ഗ്ലാസി സ്റ്റേറ്റിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മതി. പിന്നെ പിൻഡോളോളിനെ കുറിച്ച്, പിൻഡോളോൾ മാത്രമല്ല, അതിൽ വേറെ സാമ്പിൾസ് ഞാൻ തരാം കേട്ടോ. വേറെ 1-2 സാമ്പിൾ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തരാം. അപ്പോൾ നമ്മൾ ഈ സാമ്പിളിനെ കുറിച്ച് നമ്മൾ നെറ്റിൽ ബ്രൗസ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു കോപ്പി ചെയ്ത് ഒരു വേർഡിൽ പേസ്റ്റ് ചെയ്യണം കേട്ടോ. അതിന്റെ പേര്, മോളിക്കുലർ വെയിറ്റ്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഒക്കെ നോട്ട് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മോളിക്കുലർ സ്ട്രക്ചർ ഒക്കെ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അത് ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മോഡൽ പ്രൊജക്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ സർ. അത് ബ്രൂസിന്റെ ഇത് അയച്ചതാണോ? ബ്രൂസിന്റെ ഇതിൽ ചെയ്തത് സാർ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതിന്റെ പേപ്പർ, അത് പേപ്പർ അതിന്റെ. സാർ നെറ്റ് തന്നെ സാറിന്റെ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും നിങ്ങൾ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യോളൂ കേട്ടോ. ഓക്കെ സർ. വേറെ ഒന്നും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ സാർ, നമ്മൾ വേറെ വേറെ ഒന്നും ചോദിക്കാനല്ല ഫിദ? ഇല്ല സർ, വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ക്യാമറ ഓഫ് ചെയ്തോളൂ. എന്നാലേ ക്യാമറ ഓണെങ്കിൽ ഓൺ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. അടുത്ത ആൾ ക്യാമറ ഓൺ ചെയ്തോളൂ. ഇതെവിടെ, ഇപ്പൊ ഏതോ പിന്നെ എവിടെ ഉള്ളത്? ഇതെന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട്, വീട് തന്നെയാണോ? ശരി. സൈക്കിൾ വിട്ടാണോ? പറഞ്ഞോ. കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ചെയ്തില്ല. ഗ്രാഫ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത പോലെയാണോ സാർ വരയ്ക്കേണ്ടത്? ഏതാ? ഒരു ഗ്രാഫിൽ തന്നെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ വരയ്ക്കേണ്ടത്? അല്ല, നമ്മൾ റീഡിംഗ് എടുക്കാന് ഓരോ ടെമ്പറേച്ചർ ആയിട്ട് വരയ്ക്കേണ്ടി വരും. റീഡിംഗ് എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ വരച്ച മാതിരി വരയ്ക്കുക. പിന്നെ അവസാനം അത് കഴിഞ്ഞിട്ട് എല്ലാ ടെമ്പറേച്ചറും കൂടെ വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് പറഞ്ഞതിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അഞ്ജനയ്ക്ക് എന്താ മനസ്സിലായത്? പാർട്ടും റിയൽ പാർട്ടും വരച്ച ശേഷം പിന്നെ അതിന്റെ ഓരോ വാല്യൂസ് ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് അത് സബ്ട്രാക്ട് ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമോ? ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. വേറെ ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? എളുപ്പമില്ലേ? അപ്പം ഇതുണ്ടായി ഇലക്ട്രോണിക്സ്. ഓക്കെ, എന്നാ ശരി. അപ്പം ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ വിളിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആരാ? റഫ്ന. ഹലോ റഫ്ന. ഹലോ, കേൾക്കുന്നുണ്ടോ? റേഞ്ചിന്റെ ക്യാമറ ഇല്ല. ഓൺ ചെയ്യാം.
എനിക്ക് ഈ ആളുകളെ കാണുമ്പോഴേ എനിക്ക് ആരാന്ന് മനസ്സിലാവുന്നുള്ളൂ, അതുകൊണ്ടാണ്. കാരണം ഞാൻ ആരെയും അപ്പോ ശരിക്കും ഓർമ്മയില്ല. നിങ്ങളുടെ പേരാണ്? പിന്നെ എന്താണ് പറയൂ, എന്തൊക്കെയാ മനസ്സിലായെന്ന് പറയും. എന്താ ഡൗട്ട് ഉണ്ടോ? എല്ലാ ടെമ്പറേച്ചറിന്റെയും ഗ്രാഫ് റിയലും ഇമാജിനറിയും വരച്ചിട്ട് അതിന് അപ്സലോണും അത് എക്സൽ ഷീറ്റിലേക്ക് മാറ്റാം, അതല്ലേ ഉള്ളൂ. ഇതിനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടെമ്പറേച്ചർ ഡിപെൻഡൻസ്, ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ വെച്ചിട്ട് വേറെ ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇതിപ്പോ ഞാൻ 4 സ്റ്റെപ്പ് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണിത്. ഇപ്പൊ ഇതിപ്പോ നിങ്ങൾ ഓരോ ടെമ്പറേച്ചറിൽ റീഡിംഗ് എടുത്ത് എക്സൽ ഷീറ്റ് വരയ്ക്കുക, എക്സൽ ഷീറ്റിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇത് വരയ്ക്കേണ്ടത് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ അയച്ചു തരാം. ഓക്കെ, ഓക്കെ. മറ്റേ അഞ്ജന പോയി, പിന്നെ വേറെ ഒരാളുണ്ടായിരുന്നല്ലോ, അനീഷ പോയാ? ഓക്കെ. അപ്പൊ ശരി, എന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? ഓക്കെ സർ. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയൂ കേട്ടോ. ഓക്കെ സർ. ഓക്കെ.